പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാഗ്ദാനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ വിളി അനുസരിച്ചുള്ളവർക്കുമാണ്. കഷ്ടപ്പാടുകൾ വന്നാലും ദൈവം അതിലൂടെ നല്ലൊരു ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവം ഒരു ദൈവവൈതലിനെ തന്റെ പദ്ധതിയിലേക്കും മഹിമയിലേക്കും എത്തിക്കുമെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നേരിടുന്ന സംഭവങ്ങൾ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കാം. ദൈവമേ എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പരിഹാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ ഓരോ സംഭവവും ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗമാണ്. അവിടെ നമ്മുടെ ചരിത്രം മാറുകയാ. മനസ്സിലാക്കുക, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ യാതൊരു കാര്യവും യാദൃച്ഛികമല്ല, അത് ദൈവത്താൽ തന്നെ സംഭവിക്കുന്നതാണ്. യോസഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാർ ദ്രോഹിച്ചെങ്കിലും ദൈവം അതിനെ മഹത്തായ രക്ഷാ പദ്ധതിയാക്കുകയാണ് ചെയ്തത്. യോസഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാർ ദ്രോഹിച്ചെങ്കിലും ദൈവം അതിനെ മഹത്തായ രക്ഷാ പദ്ധതിയാക്കുകയാണ് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-21 നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. തന്റെ ജീവിതത്തിൽ കടന്നു വന്നതെല്ലാം സർവശക്തനായ കർത്താവ് നന്മയാക്കി തീർത്തു. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യത്തിനകത്തും ദൈവത്തിന്റെ പ്ലാനുകളുണ്ട്, ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. ആകയാൽ വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന വിഷയങ്ങളൊന്നും യാദൃച്ഛികമായി വന്നതല്ല, അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ളതാണ്. ആകയാൽ ചില നന്മകൾ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. ചില നന്മകൾ, ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ലക്ഷ്യം നിങ്ങളിലൂടെ നിറവേറ്റുക തന്നെ ചെയ്യുകയാണ്. ആയതിനാൽ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. അതേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി തന്നെ. ആമേൻ. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.